ഹായ് ഓൾ, നിഹാ ബ്രൂക്ക് ഡിസൈൻസിൻ്റെ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നല്ലൊരു ടോപ്പിക്കായിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കുക. പിന്നെ ഫ്രോക്കിനെ കുറിച്ചുള്ള എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും നമ്മളെ ക്ലാസ്സിൽ നമ്മൾ ഷെയർ ആക്കുന്നതാണ്. അപ്പോൾ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക കേട്ടോ. അതിൽ നമ്മളൊരു ലിങ്ക് ഷെയർ ചെയ്ത് തരും. ആ ലിങ്കിൽ കയറിയാൽ മതി കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ ടോപ്പിക് എന്ന് പറയുന്നത് നമ്മുടെ ക്ലാസ്സുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളത് നിങ്ങളിലേക്ക് എത്തിച്ച ഉടനെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻസാണ് കേട്ടോ നിങ്ങളെ മനസ്സിലൊക്കെ ഉള്ളത്. ക്ലാസ്സിനെ കുറിച്ച് വേറെ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ ഒരു ഫീൽഡിനെ കുറിച്ചും ഒരുപാട് ഡൗട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. പല ആൾക്കാർക്കും പല ഡൗട്ടുകളാണ് ഉള്ളത് മെറ്റീരിയലിനെ കുറിച്ച്, പിന്നെ അതേപോലെ തന്നെ മെഷീനിനെ കുറിച്ച്. എൻ്റെ മെഷീനിൽ ചെയ്യാൻ കഴിയുമോ, എൻ്റെത് സാധാ നോർമൽ മെഷീനാണ്, നിങ്ങളത് പവർ മെഷീനല്ലേ, അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ കഴിയുമോ, നല്ല റിസ്ക് അല്ലേ എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് കേട്ടോ ഒരുപാട് ആൾക്കാരുടെ സംശയങ്ങൾ. പിന്നെ അതേപോലെ തന്നെ എനിക്ക് സ്റ്റിച്ചിങ് അറിയാം, പക്ഷേ എനിക്ക് പുറത്തേക്ക് തയ്ച്ചു കൊടുക്കാനുള്ള ധൈര്യം ഇല്ല, എന്താ ചെയ്യുക, എനിക്ക് പേടിയാണ്, എനിക്ക് എൻക്വയറീസ് വരുന്നുണ്ട് പക്ഷേ മേടിക്കാനുള്ള പേടിയാണ്. ഇങ്ങനെ തുടങ്ങി ഞാൻ പറഞ്ഞില്ലേ ഇല്ലാത്ത ഡൗട്ടുകളൊന്നും ഇല്ല കേട്ടോ. പിന്നെ അതേപോലെ തന്നെ നമ്മളെ ക്ലാസ്സിനെ കുറിച്ച് ഒരുപാട് ഡൗട്ടുകളുണ്ട്. എങ്ങനെയാണ്, എന്തൊക്കെയാണ്, പിന്നെ ക്ലാസ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളായിട്ട് കോൺടാക്റ്റ് ചെയ്യാൻ പറ്റുമോ, അതായത് ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെയാണ് ചോദിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു ഡൗട്ടും കാര്യങ്ങളൊക്കെ ചോദിക്കുക, അതൊന്നും കുഴപ്പമില്ല, നമുക്ക് വാട്സപ്പിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഷെയർ ആക്കാമല്ലോ അല്ലേ, ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ. അപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാമെന്നൊക്കെ ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞു കൊടുത്തു. അപ്പോൾ ജസ്റ്റ് ഞാൻ വീഡിയോ ആയിട്ട് ഷെയർ ചെയ്യാണ് കേട്ടോ. എന്നാൽ പിന്നെ ഓരോരുത്തർക്കായിട്ട് ഇങ്ങനെ മറുപടി കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് ജസ്റ്റ് എല്ലാം കൂടി ഒന്നിൽ ഉൾപ്പെടുത്തിയിട്ട് പറഞ്ഞാൽ മതി അല്ലേ. അപ്പോൾ ഡൗട്ടുകൾ കാര്യങ്ങളൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. എത്ര മാസത്തെ കോഴ്സാണ്, അതൊക്കെയാണ് ഓരോരുത്തരുടെ ഡൗട്ട്. പിന്നെ 1 മാസത്തെ കോഴ്സാണ് വരുന്നത്. അതിൽ നമ്മളെ കൊണ്ട് ആ ഒരു ലോഗോ ഉണ്ടല്ലോ നമ്മളടുത്തില്ലേ, അപ്പോൾ ആ ലോഗോയിലുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിപ്പിക്കുന്നതായിരിക്കും. പിന്നെ അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. എന്തൊക്കെയാണ് പിന്നെ ഇതിലേക്ക് വരാനുള്ള സാഹചര്യങ്ങൾ, എന്തുകൊണ്ടാണ് ഈ ഒരു ഫീൽഡിനോട് ഇഷ്ടം, അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ ഫ്രോക്കിനെ കുറിച്ച് കണ്ട് മാത്രമുള്ള പിന്നെ ദിവസങ്ങൾ കൂടി നമ്മൾ ചെയ്യുന്നുണ്ട്. ഫ്രോക്കിനെ കുറിച്ച്, അതായത് മോഡൽസിനെ കുറിച്ച്, പിന്നെ ഡൗട്ടുകളെ കുറിച്ച്, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട് കേട്ടോ. ഒരു ഫാമിലി ഗ്രൂപ്പായിട്ട് തന്നെയാണ് നമ്മൾ ആ ഒരു ക്ലാസ്സിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. അപ്പോൾ ഇനിയും ജോയിൻ ചെയ്യാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ജോയിൻ ആക്കുക. പിന്നെ ക്ലാസ്സിൽ ചേരാത്ത ആൾക്കാർക്ക് നമ്മളോട് ഡൗട്ട് ചോദിക്കട്ടോ. പിന്നെ അതിനൊക്കെ പുറത്ത് പറയാൻ വിട്ടുപോയി, സാമ്പത്തികമായിട്ട് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ട്, പിന്നെ പഠിക്കാൻ നല്ല താല്പര്യമുണ്ട് എന്നൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലും കോൺടാക്റ്റ് ചെയ്യട്ടോ. മിസ്യൂസ് ചെയ്യരുത്. അത്രക്കും ലോ ആയിട്ട് നിൽക്കുന്ന ആൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് കേട്ടോ. ഒരു വിധത്തിലും ഹസ്ബൻഡിൻ്റെ കയ്യിൽ നിന്ന് കിട്ടൂല, ഫാമിലിയായിട്ട് സപ്പോർട്ടില്ല, എനിക്ക് താല്പര്യമുണ്ട് എന്നൊക്കെ ഉണ്ടെങ്കിൽ, ഒരു വിധത്തിലും കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പിന്നെ കോൺടാക്റ്റ് ചെയ്യുക. ഇൻഷാ അല്ലാ എനിക്ക് അറിയുന്ന അറിവല്ലേ അത് നിങ്ങൾക്ക് പറഞ്ഞു തന്നു എന്ന് വിചാരിച്ചിട്ട് എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനത്തെവരുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ കോൺടാക്റ്റ് ചെയ്യട്ടോ. ഒരിക്കലും നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത് ഈ ഒരു അവസരം. പാവങ്ങളെ മാത്രം ആലോചിച്ചിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ഡിസിഷൻ എടുത്തത് കേട്ടോ. അപ്പോൾ ഒരിക്കലും നിങ്ങൾ മിസ്യൂസ് ചെയ്യരുത്. ഒരാളെ എന്തെങ്കിലും നമ്മൾ മിസ്യൂസ് ചെയ്തു എന്ന് വിചാരിച്ച് നമുക്കൊന്നും നേടാനില്ല, അത് നിങ്ങൾ മനസ്സിലാക്കുക. സാഹചര്യം കൊണ്ട് മാത്രം നിങ്ങൾ എന്ത് ചെയ്യുക, കോൺടാക്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മൾ ഈ സ്റ്റിച്ചിങ് ഫീൽഡിലേക്ക് ഇറങ്ങുമ്പോൾ നമുക്ക് ഒരുപാട് ഡൗട്ട് ഉണ്ടാവും. പ്രത്യേകിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്ന സമയത്ത് ഇതെന്താണ് അങ്ങനെയാവണത്, ഇതെന്താണ് ഇങ്ങനെയാവണത്, അതിൽ അത്ര 1.25 ഇഞ്ച് എടുത്തിട്ട് കറക്റ്റാണല്ലോ, ഞാൻ 1.25 ഇഞ്ച് എടുത്തിട്ട് കറക്റ്റ് അല്ലല്ലോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരുപാട് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. പിന്നെ നമ്മൾ ഈ സ്റ്റിച്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ എത്രത്തോളം ചെയ്യുന്നോ, എത്രത്തോളം എക്സ്പീരിയൻസ് നമുക്കുണ്ടോ അതിനനുസരിച്ചാണ് നമ്മൾ കാര്യങ്ങൾ എളുപ്പമാവുക കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കുന്ന സമയത്ത് എനിക്കറിയാവുന്നതും എനിക്ക് എളുപ്പമാണ് എന്ന് തോന്നിയിട്ടുള്ള കാര്യങ്ങളുമാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരിക. അപ്പോൾ അത് ചിലപ്പോൾ നിങ്ങൾക്ക് ബുദ്ധിമുട്ടിയിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യും, പിന്നെ എക്സ്പീരിയൻസ് ചെയ്ത് വരുന്ന സമയത്ത് ചിലപ്പോൾ എന്നെക്കാൾ കൂടുതൽ എളുപ്പവഴികൾ നിങ്ങൾക്ക് കിട്ടും അല്ലേ. ഞാനോ ഒരു എളുപ്പവഴി കണ്ടെത്തി, പിന്നെ നിങ്ങളും ചെയ്യുന്ന സമയത്ത് നിങ്ങളും കൂടുതൽ എളുപ്പവഴികളൊക്കെ ഓരോന്ന് കണ്ടെത്തിട്ടോ. അപ്പോൾ നമ്മൾ കണ്ടെത്തുന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു പിന്നെ സ്റ്റിച്ചിങ്ങിലുള്ള എളുപ്പവഴികളും ഓരോ കാര്യങ്ങളും.
ഡൗട്ടിൻ്റെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തായാലും ഒരുപാട് കാലത്തേക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും കേട്ടോ. അതിനിപ്പോൾ എത്ര ഇതാണെങ്കിലും നമ്മൾ എത്ര വലിയ സ്റ്റിച്ചിങ് പഠിച്ച ആളാണെന്നുണ്ടെങ്കിലും ഒരുപാട് വർക്കുകൾ നമുക്ക് ചിലപ്പോൾ ഡൗട്ടായിട്ട് വരും കേട്ടോ, ഓരോ മോഡൽസും. കാരണം നമ്മളത് ചെയ്യാത്ത മോഡൽസ് ആയിരിക്കും. പക്ഷെ മറ്റുള്ള ആൾക്കാർ ചിലപ്പോൾ അത് ചെയ്തിട്ടുണ്ടാകും. അപ്പോൾ നമുക്ക് ചെയ്ത ആൾക്കാരുടെ അടുത്ത് നമുക്ക് അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് അറിയേണ്ടി വരും കേട്ടോ. പിന്നെ സംശയങ്ങൾ വേണം. സംശയങ്ങൾ ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മളെ ഫീൽഡിലൊരു രസമല്ലേ. എന്താ പറയുക, നമ്മളിപ്പോൾ ഈ കുടുംബത്തിൻ്റെ കാര്യം പറയുമ്പോൾ തട്ടിമുട്ടിയൊക്കെ ഇരിക്കണമല്ലോ അല്ലേ എന്നൊക്കെ പറയില്ലേ നമ്മൾ. അപ്പോൾ അതേപോലെ തന്നെ ഒരുപാട് ഡൗട്ടും കാര്യങ്ങളും നമുക്ക് വേണം കേട്ടോ. എന്നാൽ മാത്രമാണ് നമ്മൾ ഓരോ കാര്യങ്ങളും ചിന്തിച്ചിട്ട് ചെയ്യുള്ളൂ. ഓരോ കാര്യവും ഡൗട്ട് ഉണ്ടാകുമ്പോഴാണല്ലോ നമ്മൾ ഇതെങ്ങനെ ചെയ്യുക, ഇതങ്ങനെ ചെയ്താൽ അങ്ങോട്ടേക്കാണ് ഈ ക്ലോത്ത് പോവുക, പിന്നെ ഈ ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് തയ്യൽ തുമ്പ് ഈ ഭാഗത്ത് കാണുന്നുണ്ട്, നേരെ മറിച്ച് ഫോൾഡ് ചെയ്ത് മറിച്ചെടുത്താൽ അത് കാണുന്നില്ല അല്ലേ. അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും നമുക്ക് ഡൗട്ട് വരുമ്പോഴാണ് നമ്മൾ ചിന്തിക്കുക. പിന്നെ സ്റ്റിച്ച് ചെയ്യുന്ന അടിയിൽ തന്നെ ചിലപ്പോൾ ചില മിസ്റ്റേക്കുകളൊക്കെ പറ്റും അല്ലേ. അപ്പോൾ പിന്നെ ഒരുപാട് ആൾക്കാർ പുറത്തേക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാണ്ട് പണിയെടുക്കാനൊന്നും ആവില്ല. പക്ഷേ കോൺഫിഡൻസ് ഇല്ല, അങ്ങനെയുള്ളത് ആലോചിച്ചിട്ട് നമ്മൾ അത് കോൺഫിഡൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വഴികളെല്ലാം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ നമ്മൾ അത് ഉണ്ടാവില്ല. അപ്പം അങ്ങനെ പറഞ്ഞില്ലേ ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ കാര്യങ്ങൾ എന്നുള്ള കൺഫ്യൂഷനായിട്ട് നമ്മൾ ചെയ്ത് കൊടുക്കുക. ഓരോ പണികളങ്ങനെ ഉറക്കം വരെ സ്റ്റിച്ചിങ്ങും, കാരണം പിന്നെ കസ്റ്റമറിൻ്റെ റിപ്ലൈ നന്നായില്ല, പിന്നെ ഇതങ്ങനെ ആയില്ല എന്നുള്ള ചിന്തയൊക്കെ ആയിരിക്കൂലേ. അപ്പോൾ അതൊന്നും കുഴപ്പമില്ല, നമ്മൾ 2-3 പ്രാവശ്യം മാത്രമേ ഉള്ളൂ അങ്ങനെയൊക്കെ നമുക്കുണ്ടാവും. പിന്നെ നമുക്ക് എയിമോ പിന്നെ സാധാ നമ്മൾ കൊണ്ടുവന്ന് വെച്ചാലും നമുക്കൊരു കുഴപ്പമുണ്ടാവില്ല, പിന്നെ കസ്റ്റമർക്ക് കൊടുത്താലും ഒരു കുഴപ്പമുണ്ടാവില്ല. അങ്ങനെ നമ്മൾ എന്താ പറയുക, അതിലേക്ക് അങ്ങോട്ട് ലയിക്കും. കസ്റ്റമർ കൊണ്ടുവന്ന് തന്നാൽ കുഴപ്പമില്ല, നമ്മൾ ഉഷാറാക്കി ചെയ്ത് കൊടുക്കും. പിന്നെ ഡ്രസ്സല്ലേ, അപ്പോൾ ചിലപ്പോൾ ചെറിയ വേരിയേഷൻസും കാര്യങ്ങളൊക്കെ വരും കേട്ടോ. അതൊക്കെ എല്ലാവർക്കും പറ്റുന്ന കാര്യങ്ങളാണ്. പക്ഷേ ഓരോ എന്തെങ്കിലും തെറ്റുകൾ ഇപ്പോൾ നമുക്ക് കസ്റ്റമറുടെ അടുത്ത് പറ്റിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരുപാട് ആൾക്കാർ മെസ്സേജ് അയക്കലുണ്ടോ, ഇതിങ്ങനെയായി, പിന്നെ ഇത് ഈ വള്ളി ഷോൾഡറിൻ്റെ താഴേക്ക് പോവുകയാണ്, ഇതെന്താ ചെയ്യാൻ പറ്റുക, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരുമോ എന്നൊക്കെ ചോദിച്ചിട്ട് മെസ്സേജ് ചെയ്യാറുണ്ട്. പിന്നെ അതേപോലെ തന്നെ ലെങ്ത്ത് കൂടിപ്പോയി, ലെങ്ത്ത് കുറഞ്ഞു പോയി, വേസ്റ്റ് അങ്ങനെയായി, വേസ്റ്റ് ഇങ്ങനെ, അങ്ങനെയൊക്കെ ഒരുപാട് ആൾക്കാർക്ക് ഡൗട്ടുകൾ ഉണ്ടാവാറുണ്ട്. കാരണം അവരുടെ അടുത്ത് മിസ്റ്റേക്ക് പറ്റിയതല്ല, അവർ ഫസ്റ്റ് ടൈം ചെയ്ത് നോക്കുന്നതാണ്. അപ്പോൾ ഫാൾട്ടുകൾ പറ്റും. പിന്നെ ഫാൾട്ടുകൾ പറ്റിയിട്ടില്ലെങ്കിലും ഈ ഒരു കാര്യത്തിൽ ഡ്രസ്സല്ലല്ലോ അല്ലേ, എന്നും ഉഷാറായിട്ട് പോയാൽ അത് ഡ്രസ്സല്ലല്ലോ. ഇടയിൽ ചെറിയ എന്താ പറയുക തട്ടലും മുട്ടലുകളും ചെറിയ പിഴവും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമ്മളെ ഫീൽഡ് ഉഷാറാക്കിയിട്ട് നമുക്ക് കൊണ്ടുപോകാൻ പറ്റിയല്ലേ. പിന്നെ എന്തെങ്കിലും കാര്യങ്ങൾ നമുക്ക് അറിയാത്തതായിട്ട് വരുമ്പോഴാണ് നമ്മൾ കൂടുതൽ അതിനെ പറ്റിയിട്ട് അറിയാനൊക്കെ ശ്രമിക്കല്ലേ. അപ്പോൾ ഞാൻ ഇന്നത്തെ വീഡിയോ വല്ലാതെ ഇങ്ങോട്ട് വലിച്ചു നീട്ടുന്നില്ല. പിന്നെ സ്റ്റിച്ചിങ്ങിനെ കുറിച്ചിട്ട് എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളോ അറിയാനുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ സ്റ്റിച്ചിങ് ക്ലാസ്സിൻ്റെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു, ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. ലിങ്ക് ഷെയർ ചെയ്ത് തരും, അതിലുള്ള ഗ്രൂപ്പിൽ കയറട്ടോ. അതിലെല്ലാ ഡീറ്റെയിൽസും നമ്മൾ ഷെയർ ആക്കുന്നതാണ്. കൂടെ തന്നെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടാക്കട്ടോ. ഒരുപാട് കാര്യങ്ങൾ നിങ്ങളായിട്ട് ഷെയർ ചെയ്ത് തരുന്നതാണ്. പിന്നെ കൂടെ തന്നെ നിങ്ങൾക്ക് എന്ത് ഡൗട്ടും കാര്യങ്ങളും ഉണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്.